നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം ഇന്ത്യയിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം തന്നെ നേരിട്ട് ഇന്ത്യയിൽ നിന്നെത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. ബഹ്റൈൻ, ഖത്തർ ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ ബഹ്റൈനിലേക്ക് എത്തിച്ചേരാൻ പ്രവാസികളുടെ കൂട്ടപ്പാച്ചിലാണ് കാണുവാൻ സാധിക്കുന്നത്. നാട്ടിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലെ വെല്ലുവിളി ഇപ്പോൾ ടിക്കറ്റ് ക്ഷാമമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന് മെയ് 31 വരെ ടിക്കറ്റ് ലഭ്യമല്ല. ഗൾഫ് എയറിന് മെയ് 24 കോഴിക്കോട് നിന്ന് ടിക്കറ്റ് ഉണ്ടെങ്കിലും 375 ദിനാറാണ് നിരക്ക്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ബഹ്റൈനിലേക്ക് മടങ്ങാനിരിക്കുന്നവർ ടിക്കറ്റ് കിട്ടാത്ത പ്രയാസത്തിലുമാണ്. നേരത്തെ UAE വഴി വിമാന സർവീസ് ഉണ്ടായിരുന്നതിനാൽ യാത്രക്കാർക്ക് കുറഞ്ഞ ചിലവിൽ വരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഉയർന്നതോടെ UAE ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ വിമാനങ്ങളിൽ UAE വഴി വരാനുള്ള വഴികളും അടഞ്ഞു. പിന്നീട് ഗൾഫ് എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മാത്രമായി യാത്രക്കാർക്ക് ആശ്രയം. ബഹ്റൈനിലേക്ക് വരാനുള്ള ഭീമമായ നിരക്ക് യാത്രക്കാരെ ഭയപ്പെടുത്തുകയാണ്. വിസ കാലാവധി കഴിയാറായവർക്ക് എങ്ങനെയെങ്കിലും ബഹ്റൈനിൽ എത്തിയേ പറ്റൂ എന്ന സ്ഥിതിയാണ്. ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകിയാണെങ്കിലും ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ കിട്ടാനുമില്ല. ടിക്കറ്റ് അന്വേഷിച്ച് നിരവധി പേരാണ് വിളിക്കുന്നതെന്ന് ട്രാവൽ ഏജൻസി പ്രതിനിധികൾ പറയുന്നു. ചില ചാർട്ടേഡ് വിമാനങ്ങൾ ഇതിനിടെ ബഹ്റൈനിലേക്ക് സർവീസ് നടത്തിയിരുന്നു. കൂടുതൽ വിമാനങ്ങൾക്കുള്ള നീക്കവും നടക്കുന്നുണ്ട്. ചാർട്ടേഡ് വിമാനങ്ങളിൽ ഒരാൾക്ക് 60,000 രൂപ വരെയായി നിരക്ക് ഉയർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.